വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. സർപ്രൈസ് നമ്മൾ സിറ്റിയുടെ ചീഫ് ഫുട്ബോളിംഗ് ഓഫീസറെ പൊക്കി. ഒമർ ബെറാഡ അദ്ദേഹമായിരിക്കും നമ്മുടെ പുതിയ CEO. നമ്മളാരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യമാണ്. സിറ്റിയുടെ ഒരു ടോപ്പ് ലെവൽ ഒഫീഷ്യലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ഇന്നലെ സർപ്രൈസ് ആയിട്ട് പൊക്കി. ആ കാര്യം ഒഫീഷ്യലി മാൻ യുണൈറ്റഡ് അനൗൺസും ചെയ്തു. അപ്പോൾ എന്തായാലും ഈ ഒമറിനെ പറ്റി ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി പോവുകയായിരുന്നു ഇപ്പോൾ ഇന്നലെ. അപ്പോൾ അദ്ദേഹം ഇന്നലെ ട്വിറ്ററിലൊക്കെ ഉണ്ട്. അപ്പോൾ ട്വിറ്ററിൽ നോക്കിയപ്പോൾ ഈ ന്യൂസ് വന്ന സമയത്ത് 11:45 അദ്ദേഹത്തിന് 9,000 ഫോളോവേഴ്സൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 37,000 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് വെബ്സൈറ്റുകളിലോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല. പിന്നീട് ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കണ്ടത്. വേറെ എവിടെയല്ല, ഇദ്ദേഹത്തിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഹ്യൂജ് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ 2011 തൊട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് അദ്ദേഹം ബാർസലോണയിലായിരുന്നു. 2004 തൊട്ട് 2011 വരെ അവിടുത്തെ ഹെഡ് ഓഫ് സ്പോൺസർഷിപ്പ് ആയിരുന്നു അദ്ദേഹം. അതുപോലെ 2011-13 അദ്ദേഹം അവിടുത്തെ ബിസിനസ് സൈഡിലേക്ക് വന്ന് സിറ്റിയുടെ, അതുപോലെ കൊമേഴ്ഷ്യൽ സൈഡൊക്കെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം 2016 തൊട്ട് 2020 വരെ സിറ്റിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്നു, COO ആയിരുന്നു അദ്ദേഹം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള റോളാണ്. അതിനുശേഷം പിന്നെ 2020 തൊട്ട് അദ്ദേഹം സിറ്റി ഗ്രൂപ്പിൻ്റെ തന്നെ ചീഫ് ഫുട്ബോളിംഗ് ഓഫീസറാണ്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സകല ഓപ്പറേഷനും അവരുടെ സ്കൗട്ടിങ്ങും അനലിറ്റിക്സും സകലമായ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ്. വിച്ച് വിൽ ബി എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ഫോർ അസ്. കാരണം നമ്മുടെ ക്ലബിലുള്ള കാര്യം അറിയാം. സ്കൗട്ടിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൗട്ടിങ്ങോ അതെന്നെ ചാതനം എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ എന്തായാലും ഒരു ടോപ്പ് ലെവൽ ആളെ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്ത കാര്യം അറിയാമല്ലോ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാർസലോണേനെ അങ്ങനെ തന്നെ കോപ്പി അടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബാർസലോണയിലുള്ള ടോപ്പ് ലെവൽ ഒഫീഷ്യൽസിനെ അവരങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന ആൾക്കാർ വന്നിപ്പോൾ അവരുടെ CEO ഫെറാൻ സോറിയാനോ, അതുപോലെ തന്നെ ഷിക്കി ബെർഗിൻസ്റ്റീൻ, അദ്ദേഹമാണ് ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന ഈ ഒരാളാണ്. പിന്നെ അത് കൂടാണ്ട് അവിടുത്തെ ഈ പറയുന്ന പോലെ ഫിറ്റ്നസ്സിലൊക്കെ ഇഷ്ടം പോലെ എക്സ് ബാർസലോണ ആൾക്കാരുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പെപ്പ് ഗാർഡിയോള. അപ്പോൾ ബേസിക്കലി ബാർസലോണ ചെയ്തത് എന്താണോ അതാണ് ഇവർ മണി പവർ കൊണ്ട് കോപ്പി അടിച്ച് വെച്ചത്. അത് ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. ഇപ്പോൾ ബാർസലോണയാണോ മാഞ്ചസ്റ്റർ സിറ്റി ആണോ വെൽ റൺ ക്ലബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ബാർസലോണയ്ക്കുള്ള ട്രബിളുകളെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ബാർസലോണയിൽ ഉണ്ടാവേണ്ട ആൾക്കാരെയൊക്കെ ഇവർ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലാകാത്ത കാര്യമാണ്. ഈ ബാർസലോണ ആരാധകർ ഒത്തിരി പേര് സിറ്റീനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെൻ യു ഡീപ്പ് ഇറ്റ് ബാർസലോണയ്ക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മുടെ വിഷയമല്ല. അപ്പോൾ അതുപോലെ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്നത് ജോൺ ക്ലോഡ് ബ്ലാങ്ക് നമ്മുടെ പുതിയ CEO ആവുന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ ഇനിയോസിൽ തന്നെ നിർത്താനായിട്ട് റാഡ്ക്ലിഫ് തീരുമാനിച്ചു. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ജോൺ ക്ലോഡ് ബ്ലാങ്ക് ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ പറയുന്ന പോലെ ഒമർ വരും. അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഒരു DOF വരും. പിന്നെ ഒരു സ്പോർട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് വരും. ഈ പറഞ്ഞ പോലെ സൈനിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ഒരാൾ വരും. അപ്പോൾ അങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഓവറോൾ ഈ ഒരു പാത്ത്, അതുപോലെ തന്നെ ആ ബിഹൈൻഡ് പിച്ചിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് ഫുട്ബോളിങ് ആൾക്കാരെ കൊണ്ടുവരിക, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ടുവരിക. അപ്പോൾ ടോപ്പ് ലെവലിൽ ഒരാളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ സക്സസ്, അതാണ് നമുക്ക് ആവശ്യം. സക്സസ് കൊണ്ട് മാത്രമേ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം നോക്കുക. അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്കുള്ള 115 ചാർജുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അത് എങ്ങനെ അത് പ്രൂവ് ആയി കഴിഞ്ഞാൽ സിറ്റിക്ക് റെലിഗേഷന് കിട്ടുമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ പറ്റിരീച്ചിനെ കുറിച്ച് അറിയാമല്ലോ, ടോട്ടനത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് യുവൻറ്റസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ വെച്ചുണ്ടായ പ്രശ്നത്തിന് അദ്ദേഹത്തിന് ഇവിടെയും അഫക്റ്റ് ചെയ്തിരുന്നു. എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വരും, ഒമറിൻ്റെ പേരിൽ കേസ് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.